അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തു തക്വീർ, അഞ്ചാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദൽ വുഹൂശു ഹുശിറത്, വന്യമൃഗങ്ങൾ ഒരുമിച്ചു കൂട്ടപ്പെടുമ്പോൾ. വഇദൽ വുഹൂശു, വന്യമൃഗങ്ങൾ ആകുമ്പോൾ, ഹുശിറത്, ഒരുമിച്ചു കൂട്ടപ്പെട്ടു. അന്ത്യനാളിൻ്റെ ഭയാനകതയെക്കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത്. ഇവിടെ അള്ളാഹു വന്യമൃഗങ്ങളെ സംബന്ധിച്ചാണ് പരാമർശിക്കുന്നത്. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ധാരാളക്കണക്കിന് മൃഗങ്ങൾ മറ്റു പല മൃഗങ്ങൾക്കും ഇരയാകുന്നവയാണ്, ഭക്ഷണമാകുന്നവയാണ്. അവ പരസ്പരം കണ്ടാൽ ഒന്ന് മറ്റൊന്നിനെ പിടിക്കാനോടും, ഏതൊന്നിനെയാണോ പിടിക്കാനോടുന്നത് അത് ജീവരക്ഷ തേടി എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാനും ശ്രമിക്കും. പരസ്പരം ഒരേ സ്ഥലത്ത് അവ സൗഹാർദ്ദത്തോടെയോ അതല്ലെങ്കിൽ ശത്രുത മറന്നോ ഒരുമിച്ച് കൂടാറില്ല. എന്നല്ല, എവിടെയെങ്കിലും അടുത്ത് കണ്ടാൽ ഒന്ന് മറ്റൊന്നിനെ പിടിക്കാനാണ് ശ്രമിക്കുക. എന്നാൽ തങ്ങൾ തമ്മിലുള്ള എല്ലാ വൈരവും ശത്രുതയും മറന്ന് കാട്ടുജീവികൾ അപൂർവങ്ങളായ സന്ദർഭങ്ങളിൽ ഒരിടത്ത് പരസ്പരം ആക്രമിക്കാതെ തന്നെ ഒരുമിച്ച് കൂടുന്ന സന്ദർഭം ഉണ്ടാവാറുണ്ട്. അത് കാട്ടുതീ ഉണ്ടാകുമ്പോഴോ കാടിനെ മൊത്തം ഗ്രസിക്കുന്ന വിപത്തുകൾ, പ്രളയം പോലുള്ള വിപത്തുകൾ ഉണ്ടാകുമ്പോഴോ ആണ്. അപ്പോൾ അവ വല്ല കുന്നിൻ മുകളിലും ഒന്നിച്ചു കൂടും. പൊതുവായ വിപത്തിനെക്കുറിച്ചുള്ള ബോധം കൊണ്ട് അവ അടുത്തടുത്ത് നിൽക്കുകയും ചെയ്യും. ആ സമയത്ത് ശത്രുതയോ ഇരയെ പിടിക്കാനുള്ള ശ്രമമോ ഒന്നും ഉണ്ടാവുകയില്ല. എല്ലാ ജീവികളെയും ബാധിക്കുന്ന വിപത്ത് അവയെ വല്ലാതെ സ്വാധീനിച്ചിരിക്കും. ഈ ഒരു അവസ്ഥയാണ് അന്ത്യനാൾ വരുമ്പോൾ കൂടുതൽ ഭയാനകമായ രൂപത്തിൽ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വഇദൽ വുഹൂശു ഹുശിറത്, വന്യമൃഗങ്ങൾ, കാട്ടുജീവികൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയെക്കുറിച്ചാണ്. മാനിനെ പിടിക്കാൻ ഓടിക്കൊണ്ടിരിക്കുന്ന പുലി, ജീവരക്ഷാർത്ഥം പുലിയിൽ നിന്നും ഓടിയകലാൻ ശ്രമിക്കുന്ന മാൻ, കാട്ടുപോത്തിനെ പിടിക്കാൻ ശ്രമിക്കുന്ന സിംഹം, ആനയെ ആക്രമിക്കുന്ന സിംഹം, തിരിച്ചാക്രമിക്കുന്ന ആന, ആടിനെ പിടിക്കാൻ വേണ്ടി ഓടുന്ന ചെന്നായകൾ, മുയലിനെ പിടിക്കാനോടുന്ന നായകൾ, ഇങ്ങനെ ഒരുപാട് ജീവികൾ മറ്റു പല ജീവികളെയും ഭക്ഷണമാക്കാറുണ്ട്. വളരെ റിസ്ക് എടുത്ത് എത്ര ദൂരം വേണമെങ്കിലും പിറകെ ഓടി അവയെ പിടികൂടി വയർ നിറക്കാറുണ്ട്. ഇത്തരം എല്ലാ ജീവികളും ഇത് തൻ്റെ പ്രതിയോഗിയാണോ അല്ലെങ്കിൽ ഇരയാണോ എന്നെല്ലാം മറന്ന് ഒരിടത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും വിധം ഭയാനകമായിരിക്കും അന്നത്തെ ദിവസം. കാടുകളിലും മരുഭൂമികളിലും മറ്റും വസിച്ചവയും മനുഷ്യൻ ഏറെ ഭയന്നവയുമായ ക്രൂര മൃഗങ്ങൾ പോലും അവനോടൊപ്പം അന്ത്യനാളിൽ ഒരുമിച്ച് കൂടുമെന്ന് അള്ളാഹു പറയുമ്പോൾ അന്ത്യനാളിൻ്റെ മഹാഭീകരതയ്ക്ക് അടിവരയിടുകയാണ് ഇവിടെ. നീതിയുടെ പ്രകടനത്തിന് വേണ്ടി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ജീവികളെപ്പോലും അന്ത്യനാളിൽ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുമെങ്കിൽ, ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട, ചുമതലകൾ നൽകപ്പെട്ട മനുഷ്യനെ അള്ളാഹു കൊണ്ടുവരാതിരിക്കുന്നത് എങ്ങനെ? മനുഷ്യനെ പരലോകത്ത് കൊണ്ടുവരികയും അവനെ പൂർണ്ണമായ വിചാരണക്ക് വിധേയമാക്കുകയും ചെയ്യും എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് അള്ളാഹു ഇത് ഇവിടെ പറയുന്നത്. വന്യമൃഗങ്ങളെയെല്ലാം അള്ളാഹു സമ്മേളിപ്പിക്കും. അതിൽ ഒന്നും ഒന്നിനെയും ആക്രമിക്കില്ല. പാമ്പാരെയും കടിക്കുന്നില്ല, കരടി ആരെയും ആക്രമിക്കുന്നില്ല. അങ്ങനെ കൊമ്പുള്ളവയെയും ഇല്ലാത്തവയെയും മാറ്റി നിർത്തിയ ശേഷം അവയെ അള്ളാഹു മരിപ്പിക്കുകയാണ് ചെയ്യുക എന്നാണ് ഉലമാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക. നീട്ടാനോ മണിക്കാനോ ഈ സൂക്തത്തിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.